നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലോർക്കുക. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് സ്ഥാനം എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, അവരെത്രത്തോളം സ്ഥാനം നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ, ജീവിതത്തിൽ എന്നല്ല മനസ്സിൽ, ആക്ച്വലി സോറി. ഓക്കെ, അവരുടെ മനസ്സിലും അവരുടെ ജീവിതത്തിലും ഒക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 2 പൈൽ വെക്കുന്നുണ്ട്. ഇതിന് എൻ്റെ സാധനങ്ങൾ വെക്കാൻ ഇവിടെ ഇല്ല, കാരണം അതിലെ പിക്ചർ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പൈൽ ബട്ടർഫ്ലൈ ആണ്, ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, ബട്ടർഫ്ലൈ ഫസ്റ്റ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ സ്റ്റാർ ആണ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബാക്കി നമുക്ക് റീഡിങ് ഞാൻ സൈഡിൽ ഇവിടെ പിക്ചേഴ്സ് കൊടുത്തോണ്ടിരിക്കും. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പൈലാണെന്നുള്ളത്. അതിൻ്റെ ഒരു സാധനങ്ങൾ ഇവിടെ വെക്കാനൊന്നും എൻ്റെ ഇല്ല. ഓക്കെ, ഫസ്റ്റ് പൈൽ ബട്ടർഫ്ലൈ, സെക്കൻഡ് പൈൽ സ്റ്റാർ. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, സ്റ്റാർ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 1 and 2 അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ എത്രത്തോളം നിങ്ങൾക്ക് എന്താണ് സ്ഥാനം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണു. 4 of Pentacles. ഓക്കെ, നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് മേ ബി ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഒരുപാട് വിഷമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ എടുക്കാം കാർഡ്സ് ഇവിടെ. ഐ തിങ്ക് പക്ഷെ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങളെ ഒരിക്കലും അല്ലെങ്കിൽ അവർ കൈവിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇതിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ പിക്ചർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക കയ്യിലുള്ളതിനെ. ഓക്കെ, അപ്പം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഓക്കെ, അപ്പോൾ സപ്പോസ് നിങ്ങൾ വല്ല സെപ്പറേഷനിലാണെങ്കിൽ അവർ നിങ്ങളെ വിട്ട് കളഞ്ഞതിന് അവർക്ക് ഒരുപാട് വിഷമമുണ്ട്. അവർ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവർ ആ നഷ്ടബോധത്തിലിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്, നഷ്ടബോധമുണ്ട്. നിങ്ങളെ വിട്ട് കളഞ്ഞതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് പോകുന്നതിൻ്റെ ഒരു വേദന അവർ നല്ലോണം അനുഭവിക്കുന്നുണ്ട്. ഹാർട്ട് ബ്രേക്ക് അവർക്ക് കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. ഓക്കെ, ഫീലിങ്സ് വൈസ് ആക്ച്വലി തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ കാർഡ് എടുക്കാം. ഇവിടെ നിങ്ങളോടുള്ള ഫീലിങ്സ് ശരിക്കും നോക്കുമ്പോൾ അവരെ ലൈഫിൽ നിന്ന് വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും സിംപ്ലസ്റ്റ്. ഓക്കെ, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. ഓക്കെ, ബാക്കി അവരെന്താ ഫീലിംഗ് നോക്കാം നമുക്കൊന്നുകൂടി. അവർ വളരെയധികം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആണെങ്കിൽ, ഓക്കെ, അവർ വേദനിക്കുന്നുണ്ട് ഒരുപാട്. അവരെ ഭാഗത്താണ് ഞാൻ പറയുന്നത്. അവർ വേദനിക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ വേദനിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, ഹാർട്ട് ബ്രേക്കിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ട അതിനെ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർ. വാട്ട് ആർ ദിയർ ഫീലിങ്സ്? പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് ഇവിടെ? വാവ്, അവർക്ക് ഒരുപാട് ഫീലിങ്സ് ആണ് ശരിക്കും നിങ്ങളോട്. വാവ്, ലൈക്ക് ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളിപ്പോൾ ലേഡീസ് ആവണമെന്നില്ല, ഓക്കെ, ജെൻസ് ആയാലും നിങ്ങളോട് ആ സ്നേഹം എന്ന രീതിക്ക് എടുത്തോളൂ. നിങ്ങളെ പേഴ്സണെ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തോളൂ. ഫീലിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങളോടൊന്നും പറയുന്നില്ല, മറക്കുന്നുണ്ടെല്ലാം. ഓക്കെ, ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ അവർ ഇപ്പോൾ മേ ബി ആ സെപ്പറേഷൻ കാരണമായിരിക്കാം ചിലപ്പോൾ അവരൊന്നും എക്സ്പ്രസ് ചെയ്യാത്തത്. പക്ഷെ അവരുടെ ചിന്തകളിൽ നിങ്ങളാണുള്ളത്. ഓക്കെ, അവർ ലൈക്ക് ഹിഡൻ തോട്ട്സ് എന്ന് വിളിക്കാം. ഓക്കെ, ആ ഹിഡൻ തോട്ട്സിൽ നിങ്ങളാണുള്ളത് ഫുള്ളി. ലൈക്ക് അവരെ മനസ്സിലും എല്ലാം. ലൈക്ക് അതുകൊണ്ടാണ് അവർ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത്. ഞാനതാ പറഞ്ഞു, അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കാം. നമ്മളിവിടെ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ നോക്കുന്നില്ല. ഓക്കെ, ബട്ട് ഫീലിങ്സ് വൈസ് യെസ്, നിങ്ങളെ വളരെയധികം സ്നേഹമായിട്ടാണ് കാണുന്നത്. പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് എങ്ങാനും വല്ല ചീറ്റിംഗ് എനർജി ഉണ്ടെങ്കിൽ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനും അവർക്ക് റിഗ്രറ്റ് ഉണ്ട്, വിഷമമുണ്ട്. നിങ്ങളോടാണ് അവർക്ക് സ്നേഹമുള്ളത്. ഓക്കെ, ഇത് പക്ഷേ എനിക്ക് ആ ചീറ്റിംഗ് എനർജി അല്ല, എനിക്ക് അതിലും കൂടുതൽ ഇതിവിടെ അവരുടെ ഹിഡൻ ഇമോഷൻസ് ആണ് എനിക്ക് കാണുന്നത്, സീക്രട്ടീവ് ഇമോഷൻസ്. ഓക്കെ, അവരുടെ മനസ്സിൽ അവർ അത്രത്തോളം സ്ഥാനം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷേ അവർ മനസ്സിൽ നിങ്ങളെ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഇവിടെ അവർ നിങ്ങളുമായിട്ട് ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ് വേണം, വീണ്ടും കാര്യങ്ങൾ ബെറ്റർ ആവണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. മൂൺ കാർഡ്, യെസ്, പേജ് ഓഫ് കപ്സ്, യെസ്, ഞാൻ പറഞ്ഞില്ല, അവർ മെസ്സേജുമായിട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മൂൺ കാർഡ് ഉണ്ട് ഇവിടെ. അവർ ഇമോഷണൽ ആവുന്നുണ്ട്. രാത്രി നേരത്തെ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട്, ലൈക്ക് രാത്രിയൊക്കെ അവർക്ക് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ ഓർക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും അവർക്ക് എങ്ങാനും നിങ്ങളാണ് വിട്ടുപോയതെങ്കിൽ അത് അവർക്ക് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഓക്കെ, അത് അവർക്ക് വിഷമം വന്നിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും ഇവിടെ ഒരു മെസ്സേജ് ചെയ്തൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിക്കാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പേഴ്സൻ്റെ മനസ്സിലെ ഫീലിങ്സ് ലൈക്ക് നോ കമ്പാരിസൺ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് നിങ്ങളോട് ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്.
ഓക്കെ, ഉപ്സ് സോറി. ആക്ച്വലി വേറെ അവിടെ ഒരു എംപ്രസ് കാർഡ് ഉണ്ടായിരുന്നു, ഞാൻ അതുകൂടി ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. ഐ തിങ്ക് നിങ്ങൾക്ക് അവർ തരുന്ന സ്ഥാനം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ ഒരു വളരെ റെസ്പെക്റ്റ് ആയിട്ടാണ് അവർ കാണുന്നതൊക്കെ. ഓക്കെ, ഒരു എംപ്രസ് ആയിട്ട് കാണുന്നുണ്ട്. എംപ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ലൈക്ക് ഒരു ഒന്നുമില്ലെങ്കിൽ വൈഫായിട്ടുള്ള ലെവലിലേക്ക്, അതായത് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, ഓക്കെ അങ്ങനെ എടുത്തോളൂ. ലൈക്ക് ഒരു മാരേജ് ചെയ്ത് നമ്മൾ കൂടെ ജീവിക്കുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങളവിടെ റെസ്പെക്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അത് ജസ്റ്റ് ഒരു പറയാൻ തോന്നി എനിക്ക്, വേണമെന്നോ. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുന്നത് നോക്കാം. യെസ്, കൺഫർമേഷൻസ് പറയാം, വായിക്കാം. Queen of Wands, Ten of Pentacles, Emperor, very good. Knight of Pentacles and Page of Cups. നേരത്തെ പറഞ്ഞ കാർഡ്. I want to enjoy some cute romantic time with you. I plan on surprising you with a gift or message. ഞാൻ അതാ പറഞ്ഞത്, അവർ വരാൻ പ്ലാൻ ഇടുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളെ വിട്ടു പോവില്ല. ഓക്കെ, തിരിച്ചു വരും നിങ്ങളുടെ അടുത്തേക്ക്. ടോട്ടൽ സെപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരും. ആൻഡ് ഓക്കെ, ഇതിൽ പറയുന്നത് 5 of Cups. I feel disappointed and hurt in love. ഓക്കെ, പ്രോമിസസ് വർ നോട്ട് കെപ്റ്റ് വിച്ച് ഹാവ് ലെഡ് ടു ഇമോഷണൽ സെപ്പറേഷൻ. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ സെപ്പറേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അവർക്ക് അതിൻ്റെ റിഗ്രറ്റ് ഉണ്ട് നല്ലോണം. ഓക്കെ, അവരായിരിക്കാം വാക്ക് തെറ്റിച്ചത്, നിങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളല്ല, ഐ തിങ്ക് അവർ തന്നെയാണ്. ഓക്കെ, അവർ തന്നെയാണ് സ്വയം എന്തോ ചെയ്തത്, പക്ഷേ ഇപ്പോൾ അവർക്ക് അത് റിഗ്രറ്റ് ഉണ്ട്. അവർ ചെയ്ത മിസ്റ്റേക്കിന് അവർക്ക് തീർച്ചയായിട്ടും റിഗ്രറ്റ് ഉണ്ട്. ക്വീൻ ഓഫ് വോൺസ് എനർജിയിലാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളോട് റെസ്പെക്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഐ എം ഓപ്പൺ ആൻഡ് റെഡി ടു ലവ് യു ലൈക്ക് യു ഹാവ് നെവർ എക്സ്പീരിയൻസ് ബിഫോർ. അവരിനി നിങ്ങളെ തിരിച്ച് വന്ന് നിങ്ങൾ അത്രയും ലൈക്ക് സ്നേഹം തരാൻ അവർ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ടെൻ ഓഫ് പെന്റക്കിൾസ്, ഫാമിലി പോലെ അല്ലേ. ഐ വോണ്ട് ബി ഇൻ എ ലോങ് ടേം കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആൻഡ് സെക്യൂർ റിലേഷൻഷിപ്പ്. സ്റ്റെബിലിറ്റി ഈസ് എ കീ. ഒരു ഫാമിലി പോലെ നിങ്ങളെ ചേർത്ത് നിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുകളഞ്ഞ അവരാണെങ്കിൽ അവർ അവനവനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, പേടിക്കേ വേണ്ട. I know what is best for you, hence I decide for you. I will offer you loyalty, stability, structure. That for me is love. Okay, again ഇവിടെ എംപറർ കാർഡാണ്. ഞാൻ നേരത്തെ എംപ്രസ് അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞത്. ഇവിടെ എംപററും വന്നു. സോ നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് എന്ന രീതിക്ക് അവർ കാണുന്നുണ്ട്. ഇതും മാരേജിൻ്റെ കാർഡാണ്. സ്റ്റെബിലിറ്റി, ഫാമിലിയുടെ കാർഡാണ്. ഇതും അതേപോലെയാണ്. ഓക്കെ, അവർ പറയുന്നത് അവർക്ക് ശരിക്കും നിങ്ങളുമായിട്ട് സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് വേണം, കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പ് വേണം എന്നാണ് പറയുന്നത്. മാരേജ് ആണ് അല്ല പറ്റാത്തവർക്ക് അറ്റ്ലീസ്റ്റ് അവർ ലൈക്ക് ശരിക്കും നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ആൻഡ് ഐ മേ ബി സ്ലോ ബട്ട് ഐ എം വർക്കിംഗ് ഓൺ ഓഫറിങ് യു എ സ്റ്റേബിൾ ഫ്യൂച്ചർ. ആക്ച്വലി 3 കാർഡാണ് നമുക്കിവിടെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, സോ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ സെപ്പറേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും, പേടിക്കണ്ട. ഓക്കെ, ആൻഡ് തിരിച്ചു വന്നൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അവർ നിൽക്കും. നല്ല സ്റ്റേബിൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം അവർ ശ്രമിക്കും. ഓക്കെ, എന്തായാലും അത് കലയ്ക്കും. ഓക്കെ, നമുക്കിനി പൈൽ 2ലേക്ക് പോവാം. പൈൽ 2 സ്റ്റാർ ചൂസ് ചെയ്ത ആൾക്കാർ. ഓക്കെ, ഫസ്റ്റ് പൈൽ ബട്ടർഫ്ലൈ ആയിരുന്നു. സെക്കൻഡ് പൈൽ സ്റ്റാർ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് സ്ഥാനം, അവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, ഷഫിൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് എനിക്ക് ഷഫിൾ ചെയ്യാൻ അങ്ങനെയൊന്നും കിട്ടില്ല. ഓക്കെ, ലീവ് ഇറ്റ്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലും ജീവിതത്തിലും നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? സെക്കൻഡ് പൈൽ. ഓക്കെ, ഗ്രേറ്റ്. ലവേഴ്സ്, എംപറർ, സ്റ്റാർ. ഓക്കെ, ഇത് നേരത്തെ ഷഫ്ലിങ്ങിൻ്റെ ആണ്, സോ ഞാൻ എടുക്കുന്നില്ല. ഷഫ്ലിങ് ശരിയാവാത്തതിൻ്റെ ആണ്. ലെറ്റ്സ് സീ. ആക്ച്വലി ഒരുവിധം ഒരേ ലൈക്ക് സിമിലർ എനർജിയാണ് വരുന്നത്. 2 പൈലും ഓൾമോസ്റ്റ് സിമിലർ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ചെറിയ സ്റ്റോറി വേറെ ആയിരിക്കുന്നു മാത്രം. ഓക്കെ, കുറച്ച് കഥ വ്യത്യാസം ഉണ്ടാവാന്നേ ഉള്ളൂ. എനർജി സെയിം ആണ് ഓൾമോസ്റ്റ്. കാരണം ഇവിടെ അഗെയിൻ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് അത്രയും സ്ട്രോങ് കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ എംപറർ ആണ്. എംപറർ എന്ന് പറയുമ്പോൾ എനിക്ക് കാണുന്നത് എന്താ അറിയോ, ഇവിടെ ലവേഴ്സ് എനർജിയിൽ നിന്ന് എംപറർ എന്ന് പറയുമ്പോൾ എംപറർ ഇസ് ലൈക്ക് മോർ സ്റ്റേബിൾ. ഓക്കെ, ഒരു മാരേജിൻ്റെ കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടത്തിലാണ്, നിങ്ങൾ സ്നേഹത്തിലാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാണ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അവരതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അവരതിനെ നെക്സ്റ്റ് ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അവരത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഒന്നും എനിക്ക് കാണുന്നില്ല.
ഫസ്റ്റ് ഫയലിലെ ലേശം വ്യത്യാസമായിരുന്നു. ഇവിടെ സെപ്പറേഷൻ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. മേ ബി അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് ഇപ്പോൾ അതിനൊരു സീരിയസ്നെസ് ഇല്ല, ഒരു റിലേഷൻഷിപ്പായിട്ട് ഇങ്ങനെ പോകുന്നു, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു മാരേജ് എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, എംപറർ ആവണമെന്നില്ല. ഈവൻ ലേഡീസ് ആയാലും ശരി, നിങ്ങളതിനെ ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് നിങ്ങൾ എടുക്കൂ. ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ സാധിക്കില്ല, മാരേജ് പോസിബിൾ അല്ലാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്നെടുത്തോളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അത് കുറെ കൂടി ഡീപ്പൻ ആവുക. ഓക്കെ, കുറെ കൂടി നമ്മൾ സ്ട്രോങ് ആവുന്ന തരത്തിലാണ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇവിടെ റിലേഷൻഷിപ്പിൽ അവർ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾ തമ്മിൽ നല്ലോണം ഡെവലപ്പ് ചെയ്ത് ശരിക്കും ഒരു നല്ലൊരു ഫ്യൂച്ചറാണ് അവർ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇവിടെ സ്റ്റാർ കാർഡ് ഉണ്ട്. സോ അവർക്കും ഐ തിങ്ക് അവർ ആഗ്രഹിക്കുന്ന നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒത്ത് ഒരു നിങ്ങളൊരു ആഗ്രഹമാണ് അവരുടെ എന്ന് പറയാം. ഓക്കെ, അവരുടെ ലൈഫിലൊരു നമ്മൾ പറയില്ലേ വിഷ് കം ട്രൂ എന്ന് പറയില്ലേ. ഓക്കെ, ഒരു ആഗ്രഹമാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങളുമായിട്ട് ഒന്നിച്ച് ബാലൻസിൽ പോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എപ്പോഴും ഒരു ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിലും മേ ബി അവർക്ക് തോന്നുന്നത് അങ്ങനെയാണ്, അതായത് നിങ്ങൾ അവരെ ഒരുപാട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം. ഓക്കെ, നല്ലോണം മേ ബി അത് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ലല്ലോ. ഓക്കെ, നിങ്ങൾ പക്ഷേ റിലേഷൻഷിപ്പ് ഡെവലപ്പായിട്ട് വന്നതായിരിക്കാം, സ്ലോലി ഡെവലപ്പ് ആയതായിരിക്കാം. ബട്ട് ഇപ്പോൾ അവർ അതിനെ അവരുടെ ഭാഗത്തുനിന്നും എഫേർട്ട് ഇടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ജസ്റ്റിസ്, യെസ്, ന്യായം ചെയ്യണം. യെസ്, അഗൈൻ വാവ്, എല്ലാം അങ്ങനെ തന്നെ പറയുന്നത്. കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, ന്യായത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അവർ വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് അവർക്ക് വളരെ ആക്ച്വലി അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് അവർ അതിനെ വ്യൂ ചെയ്യുന്നത്. അതായത് അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എന്തോ പൂർവ്വജന്മത്തെ എന്തോ ഒരു ബന്ധമാണ് എന്ന് അവർക്ക് തോന്നാറുണ്ട്. 8 of Wands ആൻഡ് ജസ്റ്റിസ് അഗൈൻ. ഓക്കെ, മതി, ഒരുപാട് വേണ്ട. സൺ കാർഡ്. ഓക്കെ, നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ലൈക്ക് ഐ ഡോണ്ട് ഇവിടെ പ്രോബ്ലംസ് ഒന്നും എനിക്ക് കാണാനില്ല. ബട്ട് നിങ്ങളുടെ മനസ്സിൽ ജസ്റ്റ് ഡൗട്ട് ആയിരിക്കാം ദറ്റ് ഈ റിലേഷൻഷിപ്പ് ആ പേഴ്സണൽ മൈൻഡിൽ അവരെന്താ കാണുന്നത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് കൊണ്ട് നിങ്ങൾ നോക്കുന്നതായിരിക്കാം. അവർ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അവരിതിനെ വളരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. 8 and 8 ഉണ്ട് ഇവിടെ. സ്റ്റെബിലിറ്റി എന്ന് പറയാം. ഓക്കെ, സ്റ്റെബിലിറ്റി മാത്രമല്ല, ലൈക്ക് നിങ്ങൾ ഇത് ലോങ് ടേം ആയിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, പെട്ടെന്ന് അങ്ങനെ വിട്ടുപോകുന്ന തരത്തിലൊന്നും അല്ല. എന്തെങ്കിലും നിങ്ങൾ തമ്മിലിടയിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ, അത് നിങ്ങളെ വീണ്ടും സ്ട്രോങ് ആക്കിയിട്ടേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അത് സ്ട്രോങ് ആക്കാനാണ്. സോ ഒരിക്കലും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ജസ്റ്റിസ് ആൻഡ് സൺ കാർഡ് എല്ലാം ഉണ്ട് ഇവിടെ. കിങ് ഓഫ് പെന്റക്കിൾസ് വീണ്ടും. സോ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പാണ് വെക്കാൻ ആഗ്രഹിക്കുന്നത്. കമ്മിറ്റഡ് ആയിട്ടാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റിലേഷൻഷിപ്പിലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ. ആൻഡ് ഇതും സ്റ്റാറും ഒക്കെ കാണുമ്പോൾ എനിക്ക് എവിടെയോ നക്ഷത്രങ്ങളുടെ എന്നൊക്കെ പറയില്ലേ, എവിടെയോ എന്തൊക്കെയോ എനിക്ക് ലൈക്ക് മനസ്സിൽ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കയറി വരുന്നത്. നമ്മൾ സ്വപ്നം കണ്ട ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ വന്നതെന്നൊക്കെ പറയില്ലേ, ആ തരത്തിലൊക്കെ ഒരു ഐ ഡോണ്ട് നോ. നമുക്ക് മെസ്സേജസിൽ നോക്കാം എന്താ പറയുന്നത് നോക്കട്ടെ. പേഴ്സൺ, ലെറ്റ്സ് സീ. 3 of Cups, Knight of Pentacles, good. Emperor, കൺഫർമേഷൻ. എല്ലാത്തിലും അങ്ങനെ വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. അങ്ങനെ കൺഫർമേഷൻ യൂണിവേഴ്സ് തരുമ്പോൾ. 9 of Wands, 7 of Cups, okay, that's fine. I want to get the love, the spark, the fun and the romance back into our love life. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് സമയങ്ങൾ വേണം അവർ ആഗ്രഹിക്കുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ആയിരിക്കും ഇപ്പോൾ റിലേഷൻ. ഓക്കെ, അപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചൊരു ഫൺ വേണം, കുറച്ചൊരു സ്റ്റെബിലിറ്റി വേണം എന്ന രീതിക്ക്. സ്റ്റെബിലിറ്റി അല്ല, കുറച്ചുകൂടി നമ്മൾ ഫണ്ണായിട്ട് ഒരു ലൈറ്റായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് മീൻസ് ആ ഒരു ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഓക്കെ, വേറെ തരത്തിൽ കൂടി എടുക്കാം. സെലിബ്രേഷൻ എന്നാണ് നമ്മൾ 3 of Cupsനെ പറയാം. സോ മേ ബി അവർ നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞ പോലെ മാരേജ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ പോസിബിൾ ആയവർക്ക് മേ ബി ഒരു സെലിബ്രേഷൻ കമ്മിറ്റ്മെൻറ്റ് സെറമണി ആലോചിക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസും നമ്മളൊരു ഓഫർ തരുന്നതായിട്ടാണ് പറയുക. ഓക്കെ, ആ ഓഫർ അവർ സ്ലോ ആയിരിക്കാം. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഡൗട്ട് വന്നത്. ഈ പേഴ്സൺ ഇത് റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ കൊണ്ടുപോകുമോ അതോ ഒരു കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും തരുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ബട്ട് യെസ്, അവർ വരുന്നുണ്ട്. ഓക്കെ, സ്ലോ ആണ് ലേശം, ബട്ട് യെസ്, അവർ തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ തയ്യാറാണ്. ഐ നോ വാട്ട് ഇസ് അഗെയിൻ എംപറർ കാർഡാണ്. ഓക്കെ, എംപററിൻ്റെ അതേ ഇതാണ്. അതായത് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവരൊരിക്കലും ഇതിനെ ഒരു തമാശയായിട്ട് എടുത്തിട്ടൊന്നുമില്ല, ഒരു കളിയോ തമാശയോ അല്ല. അവർക്ക് വളരെ സീരിയസ് ആയിട്ടാണ് അവരിത് കാണുന്നത്. ആൻഡ് അവർ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അഫെയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അവർ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലിയോടൊക്കെ പറഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോസിബിൾ ആയ പോലെ കേട്ടോ. ഓക്കെ, സിംഗിൾസ് ആണെങ്കിൽ ഫാമിലിയോട് പറയുക, അല്ലെങ്കിൽ ലൈക്ക് വാട്ട് എവർ പോസിബിൾ. ഓക്കെ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, ആൻഡ് വേൾഡ് കാർഡിൻ്റെ ഐ വോണ്ട് ടു ടേക്ക് ദിസ് റിലേഷൻഷിപ്പ് ടു ഞാൻ വായിച്ചില്ല കേട്ടോ ഇത്. ഞാൻ സോറി, ഞാൻ വായിച്ച്
ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. അവർ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങളിപ്പോൾ എന്താണ് ഫ്രണ്ട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റിലേഷൻഷിപ്പായിട്ട് ഡെവലപ്പ് ചെയ്യും. എനിക്ക് റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ മാരേജിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ വട്ട് എവർ ഇപ്പം എന്താണോ സ്റ്റേജ് അതിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പോകും, കണക്കാക്കിക്കോളൂ. ഓക്കെ, അല്ല ഇപ്പോൾ നിങ്ങൾ മാരേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഓക്കെ, അവർ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കാനും എല്ലാം അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. ഓക്കെ, ഐ എം പ്രൊട്ടക്ടിങ് മൈസെൽഫ് ആൻഡ് യു, മൈ ഡിഫൻസസ് ആർ അപ്പ്, ഐ എം ഇൻ സെൽഫ് പ്രൊട്ടക്ഷൻ. ഓക്കെ, മേ ബി പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല എന്ന് വലുതൊക്കെ ഉണ്ടെങ്കിൽ അത് അവരൊരു സെൽഫ് പ്രൊട്ടക്ഷനിൽ നിൽക്കുന്നുണ്ട്. മേ ബി അവർ മറ്റുള്ളവരിൽ നിന്ന് കൂടി ഐ തിങ്ക് ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ലൈക്ക് വേറെ ആരും ഗോസിപ്പ് ഒന്നും പറയാതെ മേ ബി സീക്രട്ടാക്കിയൊക്കെ വെക്കുന്നുണ്ടാവാം. എനിക്ക് അവർ മനസ്സിലുള്ളത് ചിലപ്പോൾ ലൈക്ക് ഒരു ഫാമിലിയോടൊക്കെ പറയുന്നവരെ മേ ബി വേറെ ആരും അറിയാതെയൊക്കെ, ബിക്കോസ് ഐ തിങ്ക് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അവർ, ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, സോ എനിവേ നല്ല പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. സെക്കൻഡ് ഫയൽക്കാർക്ക് നിങ്ങൾക്ക് സ്റ്റാർ ചൂസ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇവിടെ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, സ്റ്റാർ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഇവിടെ സ്റ്റാർ ഉണ്ട് കേട്ടോ. ഓക്കെ, സോ നല്ല റീഡിങ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും സീരിയസ് ആണ്, നിങ്ങളെക്കുറിച്ച് ഡൗട്ടൊന്നും വേണ്ട. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.